ഹലോ അസ്സാം വലൈക്കും, വെൽക്കം ബാക്ക്. അപ്പോൾ ഒരു പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ വീഡിയോ ഒരു ഡേ ഇൻ മൈ ലൈഫാണ്. കംപ്ലീറ്റ് ആയിട്ടൊന്നുമില്ല, കുറച്ച് കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. നമ്മൾ ഉച്ചയ്ക്ക് ശേഷമുള്ളൊരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ്. കേക്കിൻ്റെ വർക്കുള്ള ദിവസമാണ് കേട്ടോ. അപ്പോൾ ഞാൻ ആദ്യം തന്നെ നമ്മുടെ ഈ ഒരു ടേബിളിൻ്റെ വീതി ഒന്ന് ഒഴിവാക്കുന്നുണ്ട് കേട്ടോ. അത് കുറേ കാലമായിട്ടിട്ട് അപ്പോൾ അതിന്മേ ബബിൾസൊക്കെ വന്നിട്ട് ആകെ വൃത്തികേടായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു ഷീറ്റ് ഞാൻ മീഷോന്ന് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നതാണ്. ഇത് ഞാൻ ഇതിന് വേണ്ടി വാങ്ങിച്ചതല്ല, നമ്മുടെ ഫോട്ടോസൊക്കെ എടുക്കുമ്പോൾ ബാക്ക് ഡ്രോപ്പായിട്ട് വെക്കൂലേ, ബാക്ക് ഡ്രോപ്പ് അതായിട്ട് വെക്കാൻ വേണ്ടിയിട്ട് വാങ്ങിച്ചതായിരുന്നു. അപ്പോൾ അതിനേക്കാളും യൂസ്ഫുള്ളായിട്ട് എനിക്ക് ഇതിൽ ഒട്ടിച്ചാൽ എന്തായിരിക്കും എന്നറിയാൻ വേണ്ടി ഒട്ടിച്ച് നോക്കിയതാണ്. കണ്ടിട്ട് നല്ല ക്വാളിറ്റി ഉള്ള ഒരു മെറ്റീരിയലാണ്. പെട്ടെന്നൊന്നും കീറൊന്നും ചെയ്യൂല. ചൂട് എന്താ പാടെന്ന് അറിഞ്ഞൂടെ. നമ്മൾ ചൂടുള്ള പാത്രങ്ങളൊക്കെ കൊടുന്ന് വെക്കുമ്പോൾ ഉരുകോ എന്നുള്ളതൊന്നും എനിക്കറിയില്ല. ഇത് യൂസ് ചെയ്തിട്ട് എന്താ പാട് എന്നുള്ളത് ഞാൻ പിന്നെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ മെയിനായിട്ട് ഇപ്പോൾ ഞാൻ വീഡിയോ എടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതിവിടെ ഒട്ടിച്ച് വെച്ചിട്ടുള്ളത്. പക്ഷേ നമ്മൾ വീഡിയോ എടുക്കുക മാത്രമല്ലല്ലോ ഈ ടേബിളിൽ വെച്ചിട്ട് ചെയ്യുക, എല്ലാ കാര്യങ്ങളും ഈ ടേബിളിൽ വെച്ചിട്ടല്ലേ ചെയ്യുക. നമുക്ക് കണ്ടറിയാൻ ബാക്കി എന്താണെന്നുള്ളത്. അപ്പോൾ ആദ്യം തന്നെ നമുക്കൊരു കേക്ക് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ 2 kg ബട്ടർ സ്കോച്ച് കേക്കാണ് ഇന്ന് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിന് 2 കപ്പ് മൈദ നമ്മൾ എടുത്തിട്ടുണ്ട്. അതുപോലെ 2 ടീസ്പൂൺ ബേക്കിംഗ് പൗഡറും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ കൂടി ഇട്ട് കൊടുക്കാം കേട്ടോ. പിന്നെ കുറച്ച് ഉപ്പ് ഇട്ട് കൊടുക്കാം. ബേക്കിംഗ് സോഡ നിർബന്ധമുള്ള കാര്യമല്ല, എന്നാലും എൻ്റെ ഒരു സമാധാനിച്ചത് ഞാൻ ഇടുന്ന കേട്ടോ. ഇനി അഥവാ ബേക്കിംഗ് പൗഡറിൻ്റെ കാലാവധി കഴിയൂല, പുതിയ പാക്കറ്റാണ്, എന്നാലും പൊട്ടിച്ചിട്ട് ഒരു കുറച്ച് ആയാലും ചിലപ്പോൾ അത് പൊന്തി വരില്ല. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സമയത്ത് നമ്മൾ പെടാതിരിക്കണമല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് ബേക്കിംഗ് സോഡ ഇട്ട് കൊടുക്കണതാണ്. ഇട്ടെടുത്തില്ല ചെറിയ പ്രശ്നമൊന്നുമില്ല കേട്ടോ. അപ്പോൾ അത് നന്നായിട്ട് ഒരു പ്രാവശ്യം അരിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് നല്ല ഡ്രൈ ആയിട്ടുള്ളൊരു ബോൾ എടുത്തിട്ട് ഒരു 8 മുട്ട പൊട്ടിച്ചൊഴിച്ചെടുക്കാം കേട്ടോ. 2 കിലോ ഉണ്ടാക്കുന്നത്, അപ്പോൾ 8 മുട്ടയാണ് എടുക്കുന്നത്. എന്നിട്ട് ബീറ്റ് ചെയ്യാം. അപ്പം ബീറ്റ് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എല്ലാവർക്കും അറിയാമല്ലോ. നമ്മൾ ആദ്യം തന്നെ നല്ല ഡ്രൈ ആയിട്ടുള്ള ബോളും അതുപോലെ ബീറ്ററിൻ്റെ ബ്ലേഡൊക്കെ ആയിരിക്കണം. അതിനുശേഷം നമ്മൾ മുട്ട തണുപ്പ് തീരെ പാടില്ല, റൂം ടെമ്പറേച്ചറിലുള്ള മുട്ട ആയിരിക്കണം. അത് പൊട്ടിച്ചൊഴിച്ചിട്ട് ഒരു 2 ടീസ്പൂൺ വാനില എസൻസും കൂടി ഒഴിച്ചെടുത്തിട്ട് ഇതുപോലെ നന്നായിട്ട് ബീറ്റ് ചെയ്യുക. ബീറ്റ് ചെയ്തിട്ട് വലിയ എയർ ബബിൾസൊക്കെ പോയിട്ട് ഇങ്ങനെ ചെറിയ എയർ ബബിൾസ് ആയിട്ട് വരും. കുഞ്ഞ് എയർ ബബിൾസ് നല്ല ക്രീം പരുവത്തിലാവും. അപ്പം നമ്മൾ പഞ്ചസാര പൊടിച്ചത് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. അതും 2 കപ്പ് പൊടിച്ച പഞ്ചസാര ഞാൻ ചേർത്ത് കൊടുക്കാറുള്ളത്. പഞ്ചസാര പൊടിക്കാതെ ചേർത്ത് കൊടുക്കേണ്ടതാണ് എൻ്റെ ഒരു പക്ഷം. അത് അതിലേക്ക് മെൽട്ടായി കിട്ടാൻ കുറേ ടൈം എടുക്കും കേട്ടോ. അതിനേക്കാളും നല്ലത് പൊടിച്ച പഞ്ചസാര ചേർത്ത് കൊടുത്താൽ പെട്ടെന്ന് തന്നെ അലിഞ്ഞോളും. അതിനുശേഷം നമ്മൾ നമ്മുടെ ബട്ടർ സ്കോച്ച് കേക്കല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഒരു മിൽക്ക് എസൻസ് വാങ്ങിക്കാൻ കിട്ടും. അതും ഒരു 2-3 ഡ്രോപ്പൊക്കെ ഒറ്റിച്ചെടുത്തിട്ടുണ്ട്. 3 ഡ്രോപ്പിൽ 4-5 ഡ്രോപ്പൊക്കെ ഒറ്റിച്ചെടുക്കാം. 2 kg അല്ലേ. അത് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 1/4 കപ്പോളം സൺഫ്ലവർ ഓയിലും കൂടി ഇങ്ങനെ ചുറ്റിച്ചിട്ടൊന്ന് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. ഒറ്റയടിക്ക് കുത്തനെ ഒഴിച്ചെടുക്കാതെ അത് ഒഴിച്ചിട്ട് ഒരു 1 എന്നുള്ള സ്പീഡിൽ ഒന്ന് കുറച്ച് 2-3 സെക്കൻഡ് അതൊന്ന് മിക്സ് ചെയ്യുക. അതിനുശേഷം നമ്മൾ നേരത്തെ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു ഫ്ലോർ ഉണ്ടല്ലോ, അത് 1 കപ്പാണ്, അല്ല 1 പ്രാവശ്യം നമ്മൾ അരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. അപ്പോൾ 3 പ്രാവശ്യമൊക്കെ അരിച്ച് വെക്കണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ അരിച്ച് വെച്ചാലും കുഴപ്പമൊന്നുമില്ല. അഥവാ 1 പ്രാവശ്യം അരിച്ചിട്ട് ഇതുപോലെ നമ്മൾ ഈ ഒരു ബാറ്ററിയിലേക്ക് ഈ ഒരു ഫ്ലോർ ഇടുമല്ലോ, ആ ടൈമിൽ നമ്മൾ ഈ അരിപ്പയിലൂടെ തന്നെ ഇട്ട് കൊടുക്കുക. അപ്പോൾ നമ്മുടെ ബാറ്ററി അടിപൊളിയാവട്ടെ, സൂപ്പറായിട്ട് നല്ല ഫ്ലഫി ആയിട്ട് പൊങ്ങി വരും. ഇതുപോലെ അരിച്ചിട്ട് അരിപ്പയിലൂടെ തന്നെ അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനിയിപ്പോൾ 1 പ്രാവശ്യം അരിച്ച് വെക്കണമെന്നില്ല. നിങ്ങൾക്ക് ബിഗിനറാണ് എന്ന് വെച്ചാൽ തീരെ കേക്ക് ഉണ്ടാക്കി പരിചയമില്ല എന്നുണ്ടെങ്കിൽ ഒരു 2-3 പ്രാവശ്യം അരിച്ച് വെച്ചോ, നോ പ്രോബ്ലം. കുറച്ചൊക്കെ കേക്കിനെ പറ്റി ധാരണയുള്ള ആൾക്കാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലെയൊക്കെ ചെയ്താലും കുഴപ്പമില്ല കേട്ടോ. അപ്പം അതും ഒരു 3-4 പ്രാവശ്യമായിട്ടാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. കുറേശ്ശെ ഇട്ട് കൊടുക്കുക. ബീറ്റർ വെച്ചിട്ട് തന്നെ മിക്സ് ചെയ്യുന്നതായിരിക്കും ഒന്നുകൂടെ നല്ലത് കേട്ടോ. ഈ 1 എന്നുള്ള സ്പീഡ് ശ്രദ്ധിച്ചാൽ മതി, അത് കൂടരുത്. അതുപോലെ ഒരു 2-3 സെക്കൻഡ് മാത്രം ബീറ്റ് ചെയ്യുക കേട്ടോ. കൂടുതൽ ടൈം ബീറ്റ് ചെയ്യാൻ നിൽക്കരുത്. പണ്ടൊക്കെ ഞാൻ കേക്ക് ഉണ്ടാക്കിയിരുന്ന അന്ന് എനിക്കിതിനെപ്പറ്റി വലിയ ജ്ഞാനൊന്നും ഇല്ലാത്തിരുന്നിരുന്ന അന്ന് ഞാൻ ഈ മുട്ട ബീറ്റ് ചെയ്യൂലേ, നമ്മൾ പഞ്ചസാര ഇട്ടിട്ട് അതേപോലെ മൈദ ഇട്ടിട്ട് ബീറ്റ് ചെയ്ത് പരിവാക്കുമായിരുന്നു. അപ്പോൾ അപ്പത്തിൻ്റെ ഷേപ്പിലാണ് നമുക്ക് കേക്കൊക്കെ കിട്ടിയിട്ടുണ്ടായിരുന്നത്. പിന്നെയല്ല ഇതിൻ്റെ ട്രിക്കൊക്കെ മനസ്സിലായത്. അപ്പോൾ നമ്മളിത് ലാസ്റ്റിലുള്ള ആ ഒരു ഫ്ലോറോടി ഇതിലേക്ക് ചേർത്തെടുത്തിട്ട് മിക്സാക്കി കൊടുക്കാം. ഇതിലേക്ക് പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ. നമ്മൾ 8 മുട്ട എടുത്തതുകൊണ്ട് തന്നെ എക്സ്ട്രാ പാലോ കാര്യങ്ങളൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. കറക്റ്റ് കൺസിസ്റ്റൻസി ആയിരിക്കും കേട്ടോ.
അപ്പോൾ ഇനി നമ്മളിതിലേക്ക് പാത്രത്തേക്ക് ഒഴിച്ചെടുക്കാം. ബേക്കിംഗ് ടിന്ന് 7 ഇഞ്ചിൻ്റെ 2 ടിന്നാണ് എടുത്തിട്ടുള്ളത്. ടോൾ കേക്ക് ആയിട്ട് ചെയ്യാനാണ് വിചാരിച്ചിട്ടുള്ളത്. കസ്റ്റമർ അയച്ചു തന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ 6 ഇഞ്ചിൻ്റെ പാൻ എടുത്താൽ 1 മിനിറ്റ് ബാങ്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിവിടെ പറഞ്ഞു നിർത്തിയത് ബാങ്ക് കൊടുക്കുന്നുണ്ടല്ലേ, അത് കഴിഞ്ഞു. അപ്പോൾ നമുക്ക് ഇത് 6 ഇഞ്ചിൻ്റെ പാനിലെടുത്താൽ ഒരുപാട് ഹൈറ്റ് ഉണ്ടാവും. അപ്പോൾ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്ത് നല്ല കംപ്ലൈൻ്റ് ആവും. പ്രത്യേകിച്ച് ഇപ്പോഴത്തെ മഴക്കാലം റോഡും ഒക്കെ ആകുമ്പോൾ നല്ല ടാസ്ക്കാണത്, നല്ല റിസ്ക് ഉള്ള പരിപാടി തന്നെയാണ്. അപ്പോൾ ഞാൻ 7 ഇഞ്ചിൻ്റെ പാൻ എടുത്തിട്ടുള്ളത്. അപ്പോൾ അത്യാവശ്യം ഹൈറ്റും കിട്ടും, അതുപോലെ വിടുത്തും ഉണ്ടാവും. ട്രാവൽ സമയത്ത് കംപ്ലൈൻറ്റും കുറഞ്ഞു കിട്ടും കേട്ടോ. അപ്പോൾ ഞാൻ 7 ഇഞ്ചിൻ്റെ 2 പാനിലാക്കിയിട്ട് ബേക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഈ പാത്രങ്ങളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ട്, ക്ലീൻ ചെയ്യുകയാണ്. അതിൻ്റെ ഇടയ്ക്ക് നമുക്ക് ഫുഡ് കഴിക്കണം കേട്ടോ. അപ്പോൾ ഞാൻ ഉച്ചയ്ക്ക് ചോറ് കഴിക്കാറില്ല ഏറെ സമയത്തും. ചെറിയൊരു ഡയറ്റാണ്, പേരിനൊരു ഡയറ്റ് എന്ന് പറയാം കേട്ടോ. ഇടയ്ക്ക് ഡയറ്റ്, ഇടയ്ക്ക് നേരെ ഓപ്പോസിറ്റ്. അപ്പോൾ ഇന്ന് ഞാൻ ഒരു 2 മണിക്കൂർ ഞാൻ നമ്മുടെ ഓട്സ് ഉണ്ടായിരുന്നല്ലോ, അതൊരു കുറച്ച് വെള്ളത്തിലിട്ടിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊന്ന് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിട്ട് ഒരു പഴത്തിൻ്റെ പകുതിയും ഇട്ടെടുത്തിട്ടുണ്ട്. പിന്നെ കടല ഉണ്ടല്ലോ, നിങ്ങളുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സ് ഉണ്ടെന്നുണ്ടെങ്കിൽ അത് ഇട്ടെടുക്കാം കേട്ടോ. ഞാനിവിടെ പീനട്ടാണ് ഇട്ടെടുക്കുന്നത്, അതിൻ്റെ കയ്യിൽ സ്റ്റോക്ക് ഉള്ളതുകൊണ്ട് അത് ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ കുറച്ച് പാലും കൂടെ ചേർത്തിട്ട് നന്നായിട്ട് അടിച്ചുകൊണ്ട് വരാം കേട്ടോ. അപ്പോൾ ഇതിലേക്ക് മധുരത്തിന് നമുക്ക് ഈത്തപ്പഴം ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പോൾ ഈത്തപ്പഴം ഞാൻ ഇതിലേക്ക് ഇടാൻ മറന്നു പോയിട്ടുണ്ടായിരുന്നു. വീഡിയോ ഓഫാക്കിയ ശേഷമാണ് എനിക്ക് ഈത്തപ്പഴം ഇടണം എന്നുള്ള ഓർമ്മ വന്നത്. അപ്പോൾ ഇതുപോലെ ഒരു 3 ഈത്തപ്പഴം കൂടി ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് അടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു പരുവത്തിലേക്ക് നമുക്ക് കിട്ടുക. പിന്നെ നമ്മളിതിലേക്ക് ഒരു 2.5 ടീസ്പൂൺ നമ്മുടെ ചിയാ സീഡ് ഉണ്ടല്ലോ, അതൊന്ന് പൊതിർത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, അതും ഇതിലേക്കായിട്ട് ചേർത്തിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇതിലേക്കൊരു ആപ്പിളിൻ്റെ പീസ് കൂടി ഇട്ട് കൊടുത്താൽ നല്ല ടേസ്റ്റാണ് കേട്ടോ. തോല് കളഞ്ഞിട്ട് ആപ്പിളിൻ്റെ പകുതി ഇട്ട് കൊടുക്കുക. അതിൻ്റെ പകുതി നമ്മൾ അരിഞ്ഞിട്ട് ഇതുപോലെ, ഇപ്പോൾ പഴത്തിൻ്റെ പകുതിയല്ലേ നമ്മൾ നേരത്തെ ഇട്ട് കൊടുത്തത്, അപ്പോൾ ആ പഴത്തിൻ്റെ ബാക്കി പകുതി ഇതുപോലെ ഇതിലേക്ക് അരിഞ്ഞിട്ട് കൊടുക്കുക. അപ്പോൾ കഴിക്കുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ, ഒരു മടുപ്പ് തോന്നില്ല. അതേപോലെ ആപ്പിൾ ഉണ്ടെന്നുണ്ടെങ്കിൽ അതും ഈ സമയത്ത് ഇതുപോലെ ഇട്ടെടുത്താൽ മതി കേട്ടോ. കട്ട് ഫ്രൂട്ട്സ് എന്തിട്ട് കൊടുക്കാം, ഇന്ന തന്നെ വേണമെന്നൊന്നുമില്ല കേട്ടോ. പിന്നെ കുറച്ചുകൂടി നട്ട്സ്, കടല ഞാനിതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനിയിപ്പോൾ മധുരം കുറവാണെന്ന് തോന്നുകയാണെന്നുണ്ടെങ്കിൽ കുറച്ച് തേൻ ഇട്ടിച്ച് കൊടുക്കാം കേട്ടോ. ഞാൻ തേൻ ഇട്ടിച്ചെടുത്തിട്ടില്ല, ഞാനത് അങ്ങനെയാണ് കഴിച്ചിട്ടുള്ളത് കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ കേക്ക് ഇവിടെ സെറ്റായി വന്നിട്ടുണ്ട്. ഒരു 45 മിനിറ്റൊക്കെ ബേക്കിംഗ് ടൈം വന്നിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്കുള്ള പ്രലയൻസ് ഉണ്ടാക്കിയെടുക്കാം. അപ്പോൾ ഇതുപോലെ പരന്നിട്ടുള്ള ഒരു നോൺ സ്റ്റിക്ക് പാൻ ആണെന്നുണ്ടെങ്കിൽ ഇത് പെട്ടെന്ന് തന്നെ ഔട്ടോ. പെട്ടെന്നൊന്നും പറയാൻ പറ്റില്ല, കുറേ ടൈം വേണം ഇത് ആക്ച്വലി ഉണ്ടാക്കിയെടുക്കാൻ. ഇതിനേക്കാളും എളുപ്പം നമുക്ക് ഷോപ്പിൽ നിന്ന് വാങ്ങിക്കാൻ കിട്ടുന്ന ആ ഒരു ക്രഷ് ഉണ്ടല്ലോ, ബട്ടർ സ്കോച്ചിൻ്റെ ക്രഷ്, അതായിരിക്കും. പക്ഷേ ടേസ്റ്റ് വൈസ് ഇതാണ് ബെറ്റർ. അതുകൊണ്ട് ഞാൻ ഇതാണ് യൂസ് ചെയ്യുന്നത്. അതിനേക്കാളും എത്രയോ ബെറ്ററാണിത്. അപ്പം കുറച്ച് സമയത്തിനൊക്കെ ശേഷം ഇവിടെ പഞ്ചസാര അലിഞ്ഞ് വന്നിട്ടുണ്ട്. അപ്പോൾ അലിഞ്ഞ് വരുന്ന സമയത്ത് ഇതുപോലെ ഇളക്കിക്കൊണ്ടിരിക്കണം കേട്ടോ, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞു പോകും. കരിയ മീൻസ് നല്ല ഗോൾഡൻ ബ്രൗൺ ഉള്ളത് നല്ല ഡാർക്ക് ബ്രൗൺ ആവും. അപ്പോൾ നല്ല ടേസ്റ്റിൽ വ്യത്യാസം ഉണ്ടാവും കേട്ടോ. സിമ്മിലിട്ടിട്ടാണ് ഈ പരിപാടിയൊക്കെ ചെയ്യേണ്ടത്. അപ്പോൾ ഇതിലേക്ക് ഞാൻ ഒരു 2 ടീസ്പൂൺ ബട്ടർ ഇട്ടെടുത്തിട്ടുണ്ടായിരുന്നു. അതിന് ശേഷം അത് മെൽറ്റായി വന്ന ശേഷം കുറച്ച് വിപ്പിംഗ് ക്രീമും ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഒരു 3/4 കപ്പോളൊക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അത് ഈ ഒഴിച്ചു കൊടുക്കുമ്പോൾ ഈ ഒരു പരിവാണാവുക. വെള്ളം വേറെ മറ്റേ സംഭവം വേറെ. അത് ഒരുപാട് ടൈം ഇളക്കി നമുക്ക് ആ ഒരു സോസ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. ബട്ടർ സ്കോച്ച് സോസ് കിട്ടിയിട്ടുണ്ട്. ഇനി ആ സോസ് ചൂടാറുന്നതിന് മുൻപായിട്ട്, ഓവർ ചൂടാറില്ല, നല്ല ചൂടോടെ നമ്മൾ ഈ ക്രീമിലേക്ക് ഒഴിച്ചാൽ ക്രീം മെൽറ്റായി പോവും. അപ്പോൾ ഒരു മീഡിയം ചൂടാറി, എന്നാലും ചൂടാറിയിട്ടില്ല എന്നുള്ള രീതിയിൽ നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ഈ ഒരു പരുവത്തിലാണ് നമുക്ക് ഇത് കിട്ടേണ്ടത്. ഇത് ഇരിക്കുന്നിടത്തോളം ടൈറ്റായി പോകും കേട്ടോ. അപ്പോൾ ഇത് ടൈറ്റാവാൻ നമ്മൾ അനുവദിക്കരുത്. ടൈറ്റായി കഴിഞ്ഞാൽ പിന്നെ ഒന്നിനും പറ്റൂല. നമ്മുടെ വിളഞ്ഞീനെ പോലെയാണ് ഇതിൻ്റെ സംഭവം വരിക. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഒഴിച്ചിട്ട് നന്നായിട്ട് വീണ്ടും ബീറ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത് കറക്റ്റ് ആയിരുന്നു ആക്ച്വലി. പക്ഷേ എൻ്റെ ഒരു അത്യാഗ്രഹം കുറച്ചുകൂടി ടേസ്റ്റ് ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ട് ഞാൻ ബാക്കി കുറച്ചധികം തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് കേട്ടോ. പക്ഷെ അത് പണി പാളിപ്പോയി എന്ന് പറയാം. നമ്മുടെ ക്രീം ലൂസായി, വേറെ പ്രശ്നമൊന്നുമില്ല. പിന്നെ നമുക്കതൊന്നും ചെയ്യാൻ പറ്റില്ല കേട്ടോ. പിന്നെ ബാക്കി കുറച്ചുകൂടി ക്രീം സോസ് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൽ കുറച്ച് മിൽക്ക് മെയ്ഡ് ചേർത്തിട്ട് അതിൻ്റെ ഫില്ലിങ്ങിൽ കൊടുക്കാമെന്ന് വിചാരിച്ച് അതൊന്ന് ചൂടാക്കി കൊണ്ടുവരണം കേട്ടോ. അപ്പോഴേ പിന്നെ ഈ പരുവത്തിലാവുമ്പോൾ പിന്നെ നമ്മൾ എന്ത് ചെയ്താലും അത് പഴയ രൂപത്തിലാവില്ല. നന്നായിട്ടല്ല നേരിയതായിട്ടൊന്ന് ചൂടാക്കിയാൽ അത് വീണ്ടും ലൂസായി കിട്ടും കേട്ടോ. അപ്പോൾ നമുക്കിത്
ഫ്രോസ്റ്റ് ചെയ്ത് തുടങ്ങാം. അപ്പോൾ 10 ഇഞ്ചിൻ്റെ ബേസാണ് എടുത്തിട്ടുള്ളത്. 7 ഇഞ്ചിൻ്റെയും 8 ഇഞ്ചിൻ്റെയും എന്താ ഈ പറയുക, നാവ് കിടന്ന് ഒളുക്കുക. 7 ഇഞ്ചിൻ്റെ ബേസ് 7 ഇഞ്ചിൻ്റെ കേക്കാണെങ്കിലും 8 ഇഞ്ചിൻ്റെ കേക്കാണെങ്കിലും നമുക്ക് 10 ഇഞ്ചിൻ്റെ ബേസിൽ വെച്ചാൽ നല്ല സെറ്റായിട്ടിരിക്കും കേട്ടോ. അതിൽ ചെറിയ ബേസ് എടുക്കുകയെന്നുണ്ടെങ്കിൽ ഒരു ഫിനിഷിങ് കിട്ടുമല്ലോ. നമ്മളിത് ഫിനിഷിങ് ചെയ്യുന്ന സമയത്തൊക്കെ നല്ല റിസ്ക് ആയിരിക്കും. അപ്പോൾ ഫസ്റ്റ് ലെയർ വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ കാരമൽ സോസ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്ന ക്രീം വെച്ച് കൊടുക്കുക. പിന്നെ കുറച്ച് പ്രലൻസ്, നമ്മുടെ കടലമിഠായി ഇട്ട് കൊടുത്താലും പ്രശ്നമില്ല കേട്ടോ, രണ്ടും സെയിം ടേസ്റ്റാണ്. അപ്പോൾ എന്താ പറയുക, കടലമിഠായി നല്ലോണം ചതച്ചിട്ട് അതും ഇട്ട് കൊടുക്കാം. അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ ഉണ്ടാക്കിയ ആ സോസ് ഇല്ലേ, അതിൽ കുറച്ച് കടല പിന്നിട്ട് വറുത്ത കടല അതിട്ട് കൊടുത്തിട്ട് ജസ്റ്റ് ഇളക്കി കൊടുത്തിട്ട് ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണയോ അല്ല മറ്റേ ബട്ടറോ എന്തെങ്കിലും തേച്ചിട്ട് അതിലേക്ക് ചൂടോടുകൂടി ഇതൊഴിച്ചിട്ട് നന്നായിട്ട് പരത്തി വെക്കുക. എന്നിട്ട് ചൂടാറിയ ശേഷം നമുക്ക് നമ്മുടെ ഇടിമുട്ടി വെച്ചിട്ട് നല്ലോണം ചെറിയ പീസാക്കിയിട്ട് ഇതുപോലെ പൊടിച്ചെടുത്താൽ നല്ല അടിപൊളിയായിട്ട് കിട്ടും കേട്ടോ. അതല്ലാന്നുണ്ടെങ്കിൽ നമ്മുടെ കടലമിഠായി എടുത്തിട്ട് ഇതുപോലെ ഇട്ടെടുത്താലും മതി. അപ്പോൾ നമ്മൾ ടോട്ടൽ 6 ലെയേഴ്സായിരുന്നു. 6ാമത്തെ ലെയർ വെച്ചിട്ട് സെറ്റാക്കിയിട്ടുണ്ട്. പക്ഷേ എനിക്ക് കേക്കിൻ്റെ ആ ഒരു ഇരുത്തം അത്രയ്ക്ക് ഇഷ്ടപ്പെട്ടിട്ടില്ല കേട്ടോ. കാരണം എന്താ പറയുക, അതിപ്പോൾ വീഴും എന്നുള്ള നിലക്കാണ് ഇരിക്കുന്നത്. അത് ചെരിഞ്ഞു പോകണുണ്ടാ, കാരണം നമ്മുടെ ക്രീം ലൂസായിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇനി അധികം പുറത്ത് വെച്ച് ഇരിക്കാൻ പറ്റില്ല. അപ്പോൾ പെട്ടെന്ന് തന്നെ ഞാനത് ഫ്രിഡ്ജിലേക്ക് വെച്ചിട്ടുണ്ട്. പിന്നെ പിറ്റേ ദിവസം ഞാനത് പുറത്തെടുക്കണമല്ലോ കേട്ടോ. അപ്പോൾ ഞാൻ റീൽസ് എടുക്കാൻ വേണ്ടിയിട്ടുള്ള വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് കേട്ടോ ക്യാമറയുടെ പൊസിഷൻ മാറിയതുകൊണ്ടാണ് ഈ വീഡിയോയുടെ ഷേപ്പ് ഇങ്ങനെ ആയിരിക്കുന്നത്. അപ്പം കുറച്ച് ഭാഗം പുറത്തേക്കൊക്കെ തള്ളി നിൽക്കുന്നുണ്ടാവും. അപ്പോൾ ആ ഭാഗങ്ങളൊക്കെ എല്ലാ കേക്കിനൊന്നും അങ്ങനെ വരില്ല കേട്ടോ. അതിൻ്റെ കേക്ക് ഞാൻ പറഞ്ഞില്ലേ കുറച്ച് ലൂസായിരുന്നു ക്രീം, അതുകൊണ്ട് കുറച്ച് ഭാഗമൊക്കെ പുറത്തേക്ക് തള്ളിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കിയ ശേഷം നമ്മൾ ഫിനിഷിങ് ചെയ്യുക. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ ഫിനിഷിങ് കഴിയും. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ 2 മണിക്കൂറോ 3 മണിക്കൂറോ എത്ര മണിക്കൂറാണ് അതിന് സമയം ചിലവാക്കണം എന്നുള്ളത് എനിക്ക് പറയാൻ പറ്റില്ല കേട്ടോ മക്കളെ. എത്ര മണിക്കൂർ ഒഴിവാക്കിയാലും ഫിനിഷിങ് ആക്കിയിട്ട് ഇങ്ങോട്ട് കിട്ടൂല, അതൊരു ടാസ്ക്കാണ്. അപ്പോൾ അതിന് ആ കട്ട് ചെയ്യാനും കാര്യങ്ങളൊക്കെ ഒഴിവാക്കിയ ശേഷം നമ്മൾ നന്നായിട്ട് ക്രീമൊക്കെ തേച്ചിട്ട് ഫിനിഷിങ് ചെയ്താൽ പെട്ടെന്ന് തന്നെ നമ്മളെ പരിപാടി കഴിയും കേട്ടോ. അപ്പം ഈ ഒരു കളർ ഏതൊക്കെ ചേർത്താലാണ് കിട്ടിയതെന്ന് പറഞ്ഞാൽ ഇത് മിക്സഡ് കളറാണ്, മിക്സിങ് കളറാണ്. നമ്മുടെ സ്കൈ ബ്ലൂവും അതുപോലെ ജെയ്ഡോ അങ്ങനൊരു കളറില്ലേ, ഗ്രീൻ ഷെയ്ഡ് വരുന്ന ആ 2 കളറും കൂടി മിക്സ് ആക്കിയപ്പോൾ ഈ ഒരു കളർ കിട്ടിയിട്ടുള്ളത്. അതിനുശേഷം നമുക്ക് കുറച്ച് ഫ്ലവേഴ്സ് വെച്ച് കൊടുക്കാം. കസ്റ്റമൈസ്ഡാണ് കേട്ടോ. നമ്മൾ കുറേ ഫോട്ടോസ് കസ്റ്റമറിന് അയച്ചു കൊടുത്തിട്ട് അവർക്ക് ഇഷ്ടപ്പെട്ട കളറ് അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ടുള്ളൊരു കേക്ക് നമുക്ക് തിരിച്ചയച്ചെന്ന്, അപ്പോൾ അതിലുള്ള ആ ഒരു കേക്കിൻ്റെ കളറാണ് ഈ ഒരു കേക്കിൻ്റെ കളറ്. പിന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ഫ്ലേവേഴ്സ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിൽ ഫ്രഷ് ഫ്ലവർ ആയിരുന്നു ഉണ്ടായിരുന്നത്. പക്ഷേ അതിന് നല്ലോണം പ്രശ്നമുണ്ട്. ഓക്കെ, ഫ്രഷ് ഫ്ലവർ എന്ന് പറയുമ്പോൾ നമുക്കിപ്പോൾ സീസൺ അല്ലാത്തതുകൊണ്ട് റെഡ് റോസ് മാത്രമേ അവൈലബിൾ ആയിട്ടുണ്ടാവുള്ളൂ. പല ടൈപ്പ് റോസ് ഫ്ലവേഴ്സ് ഉണ്ടല്ലോ, അതിൽ ഒരു പിങ്ക് റോസ് ആയിരുന്നു, അതൊന്നും ഇപ്പോൾ നമുക്ക് കിട്ടാനില്ല. വെറുതെ എന്തിനാ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ കസ്റ്റമറോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഫ്രഷ് ഫ്ലവർ കിട്ടൂല, നമുക്കിതുപോലെ ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് ഡിഫറെൻറ്റ് കളേഴ്സിൽ വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞപ്പോൾ ഓക്കെ നിങ്ങളെ ഇഷ്ടം പോലെ ചെയ്തോളെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് ഫ്ലവേഴ്സൊക്കെ ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലുള്ള ഓരോരോ ബെഞ്ചസ് ആയിട്ട് വാങ്ങിച്ചാൽ നമ്മൾ അതിൽ നിന്ന് കട്ട് ചെയ്തെടുത്താൽ മതി. അപ്പോൾ നമുക്ക് പെട്ടെന്നൊരു കേക്ക് ഓർഡർ വന്നാലും ബാക്കിയുള്ള ഫ്ലവേഴ്സ് നമുക്ക് ആ കേക്ക് മേലേക്ക് വെച്ചെടുക്കാൻ പറ്റും. അങ്ങനെ ഒരു ഇതും കൂടി ഉണ്ട്. ഫ്രഷ് ഫ്ലവർ ആകുമ്പോൾ അതിനെ പറ്റൂല കേട്ടോ. നമ്മൾ ആ കപ്പ തിരൂർ പോയിട്ട്, ഞങ്ങൾ ഇവിടെ അടുത്തുള്ള ടൗൺ തിരൂരാണ്, അവിടെ നിന്ന് നമുക്ക് ഫ്രഷ് ഫ്ലവറൊക്കെ കിട്ടുള്ളൂ. അപ്പോൾ അവിടെ വരെ അതിന് വേണ്ടി ഒരു 2 ഫ്ലവറിൽ ഒരു 3 ഫ്ലവറിന് വേണ്ടി പോവാന്ന് പറഞ്ഞത് ഭയങ്കര ടാസ്ക്കാണ് കേട്ടോ. അപ്പോൾ പിന്നെ ഞാൻ ആ പരിപാടിക്ക് നിൽക്കാറില്ല. വലിയ ഓർഡേഴ്സൊക്കെ ഉണ്ടാക്കി മാത്രമേ ഞാൻ അങ്ങനെ വരുത്താറുള്ളൂ. അല്ലെങ്കിൽ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട്, അവൻ അവിടെ വർക്ക് ചെയ്യണത് കേട്ടോ, തിരൂരാണ് വർക്ക് ചെയ്യണത്. അപ്പോൾ അവൻ വരുമ്പോൾ വാങ്ങിച്ചുകൊണ്ട് വരാറാണ് പതിവ്. അപ്പോൾ നമ്മളിപ്പം ഇതിലേക്ക് ഈ ഫ്രഷ് ഫ്ലവറാണ് ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. ഈ ഫ്രഷ് ഫ്ലവറിനേക്കാളും ഭംഗി ആർട്ടിഫിഷ്യൽ ഫ്ലവേഴ്സ് തന്നെയാണ് കേട്ടോ. നമുക്ക് പല ഷേപ്പിലും പല സൈസിലും പല കളേഴ്സിലും കിട്ടുന്നതുകൊണ്ട് കേക്കിൻ്റെ ലുക്ക് തന്നെ അടിപൊളിയാവുന്നുള്ളത് കാര്യത്തിൽ നോ ഡൗട്ട്. അപ്പം കുറച്ച് എന്താ പറയുക ഗോൾഡൻ ലീവ്സ് അല്ല സിൽവർ ലീവ്സ് അത് വെച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടർഫ്ലൈ ഉണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ ആ കേക്കിലുണ്ടായിരുന്ന അതേപോലെ വെച്ച് കൊടുക്കാം കേട്ടോ. ആ ബട്ടർഫ്ലൈൻ്റെ സ്ഥാനം മാത്രം ചെറുതായിട്ടൊന്ന് മാറ്റിയിട്ടുണ്ട്. അപ്പോൾ 2 ബട്ടർഫ്ലൈൻ്റെ
2 ചിറകുകളാണ് കേട്ടോ. ഒരു ബട്ടർഫ്ലൈൻ്റെ 2 ചിറകുകളാണിത്. അപ്പോൾ അത് രണ്ടും കൂടി ഇങ്ങനെ ഒരു ലോക്ക് ചെയ്യാൻ പറ്റും കേട്ടോ. പക്ഷെ അത് രണ്ടും കൂടി ലോക്ക് ചെയ്തിട്ട് വെച്ചെടുക്കണേക്കാളും ഭംഗി ഇതുപോലെ അവിടെയും ഇവിടെയും ഒരു ചിറകല്ലേ കാണുള്ളൊരു സൈഡിൽ നിന്ന് നോക്കുമ്പോൾ പിന്നെ അത് പോരെ. അപ്പോൾ അങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട്. പിന്നെ ഒരു ഹാപ്പി ബർത്ത്ഡേൻ്റെ സ്റ്റിക്കും വെച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. കസ്റ്റമർ നമ്മളോട് പേരൊന്നും മെൻഷൻ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പക്ഷേ കസ്റ്റമർ കേക്ക് അവിടെ എത്തിയ ശേഷം ഞങ്ങളോട് പേര് എഴുതാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നോ എന്നുള്ളത് ഒരു ചോദ്യം വന്നിട്ടുണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എന്നോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞേക്കണമെങ്കിൽ ഞാൻ എഴുതും, അതത്രല്ലേ ഉള്ളൂ. അപ്പം പറഞ്ഞ പോലെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ ഒക്കെ അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.